എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ കാണുന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്കൊക്കെ തരണം കേട്ടോ. ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ഇടൂ, എന്നാലല്ലേ നമുക്കൊരു മുന്നോട്ട് വരാനൊരു പ്രചോദനമാകത്തുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഷുഗർ എല്ലാവരെയും ബാധിക്കുന്നതാണ്. ചെറിയ കുട്ടികളും മുതൽ വലിയ ആൾക്കാരെ വരെ ഷുഗർ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഷുഗർ നമ്മളിലേക്ക് പിടിപെടുന്നത്. അപ്പോൾ നമ്മളുടനെ പഞ്ചസാര നിർത്തി നോക്കും, ചോറ് ഉപേക്ഷിച്ച് നോക്കും, ചോറ് ഒരു നേരമാക്കും, പിന്നെ ഒരു പിടി ചോറാക്കും. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ കഴിക്കും. പക്ഷേ എന്ത് തന്നെ ആയാലും നമ്മുടെ ഷുഗർ കുറയണമെങ്കിൽ ഇതുപോലെ എക്സസൈസ് വളരെ അത്യാവശ്യമാണ്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കാല് പൊക്കി 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം എൻ്റെ കൈ ആ ഒരു പൊസിഷനിൽ തന്നെ നേരെ കിടന്നുകൊണ്ട് കൈ ഇങ്ങനെ പൊക്കി വിടുക. ഇതൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മുടെ ഷുഗർ ലെവലൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ വളരെ നല്ലതാണ്. അതിനുശേഷം ഇതാണ്ട് കാല് ഇവിടുത്തെ ആ ഒരു ഭാഗത്തെ ഉള്ളിലുള്ള മസിൽ നന്നായി വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ സുഖമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര, എല്ലാവരും പറയും ബാത്റൂം പോകുമ്പം പോകുന്നില്ല, ഭയങ്കര പാടാണെന്ന്. അപ്പം മസിൽ പിടിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഈ അവസ്ഥ. അപ്പം ഞാനൊരു 6 പ്രാവശ്യം 7 പ്രാവശ്യമൊക്കെ കാണിക്കുന്നുള്ളൂ. നിങ്ങളിത് റിപ്പീറ്റ് അടിച്ച് തന്നെ 10 പ്രാവശ്യം വെച്ചിട്ടൊരു 30 പ്രാവശ്യമൊക്കെ ഇങ്ങനെ എടുക്കണം. കാല് ഒന്നെടുത്തു, പിന്നെ മറ്റേ കാലെടുത്തു, അങ്ങനെ കേട്ടോ. പതുക്കെ പതുക്കെ ആദ്യം എടുക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല സ്പീഡിലെടുക്കാൻ സാധിക്കും. അതിനുശേഷം പെടലിലൂടെ കൈ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് നമ്മുടെ ആ പെടലിക്ക് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തിന് നല്ല ഒരു, നെക്കിൽ നിന്നാണ് ഇവിടെ എല്ലാം തുടങ്ങുന്നത്. തലയിൽ നിന്നാണ് ഈ ഞരമ്പുകൾക്കെല്ലാം ക്ഷതമേൽക്കുന്നതും പ്രശ്നങ്ങളുണ്ടാക്കുന്നതും. അപ്പം ഇതെല്ലാം ചെയ്യുന്നത് മുട്ടുവേദന, കൈവേദന, ഇതെല്ലാം നമുക്ക് മാറിക്കിട്ടുന്നതാണ്. പിന്നീട് ഇങ്ങനെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചരിഞ്ഞു കൊടുക്കുക. ഇതൊരു 10 പ്രാവശ്യം ചെയ്യണം. അതിനുശേഷം ഇപ്പം മുട്ട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ നടുവിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ്. നടുവേദനയുള്ളവർക്ക് നടുവിന് ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് ബാക്കിലേക്ക് 2 വശത്തെയും കൈകൾ നടുവിൻ്റെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. ഇത് ഭയങ്കരം, ആ നടുവേദന പെട്ടെന്ന് നമുക്ക് കുറയുന്നതാണ് കേട്ടോ. ഇതെല്ലാവരും ചെയ്യുക. എല്ലാ ദിവസവും മസ്റ്റായിട്ടിത് ചെയ്യണം. പിന്നെ ഒരു 20 മിനിറ്റെങ്കിലും നിങ്ങൾ ഇത് കൂടാതെ നടക്കുകയും ചെയ്യണം കേട്ടോ. അതിന് ശേഷം നിങ്ങളിതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ വന്നിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ആ ഒരു കമൻറ്റ് അറിയിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ശരീരത്തിന് നല്ലതാണോ എന്നൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൊടുത്ത് എന്നെ മുന്നോട്ട് നീക്കുകയും ചെയ്യണം. ബൈ ബൈ. മറ്റൊരു വീഡിയോയുമായി കാണാം.